ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റുകളെ പരിഗണിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് 1, 2, 3 മാത്രം ശരിയാണ്. കേരളത്തിലെ നദികളെയും കായലിനെയും പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ ആണ് 1 മാത്രം. ശരിയായ പ്രസ്താവനകൾ നോക്കാം. ദേശീയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിൽ 4 ഇടത്തരം നദികളുണ്ട്: ചാലിയാർ, പെരിയാർ, പമ്പ, ഭാരതപ്പുഴ. ചാലിയാർ നദിയുടെ പ്രധാന പോഷക നദികൾ ഇരിങ്ങപ്പുഴ, ചെറുപുഴ, കുറുമ്പൻപുഴ എന്നിവയാണ്. 2002 നവംബറിൽ വേമ്പനാട് തടാകത്തെ റാംസർ സൈറ്റായി അംഗീകരിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ശരിയായ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ആഴത്തിലുള്ള ബഹിരാകാശ പരിവേഷണത്തിനായി ഒരു അത്യാധുനിക ദൂരദർശിനി സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യ, USA, ചൈന, കാനഡ, ജപ്പാൻ എന്നിവ തമ്മിലുള്ള ആഗോള സഹകരണമാണ് 30 മീറ്റർ ടെലിസ്കോപ്പ്. സൂര്യന്റെ കൊറോണയെയും സൗരയൂഥത്തിൽ അതിന്റെ സ്വാധീനത്തെയും കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൗര നിരീക്ഷണാലയമാണ് ആദിത്യ L1. നിസാർ ദൗത്യം ഒരു ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള നാസയും ഇസ്രോയും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. എൻജിൻസ് ഓഫ് ചേഞ്ച്: ദി റിയൽ റോഡ്സ് ദാറ്റ് മെയ്ഡ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഇയാൻ ജെ കർ. എൽ നിനോയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് 1, 2 മാത്രം. മധ്യ കിഴക്കൻ ഉഷ്ണമേഖല പസഫിക് സമുദ്രത്തിലെ സമുദ്രോപരിതല താപനില ഇടയ്ക്കിടെ ചൂടാകുന്നതിലൂടെ കാണപ്പെടുന്ന ഒരു കാലാവസ്ഥാ രീതി. എൽ നിനോ സംഭവങ്ങൾ ഏകദേശം 2 മുതൽ 7 വർഷം കൂടുമ്പോൾ ക്രമരഹിതമായി സംഭവിക്കുന്നു. ഇന്ത്യയിലെ പെനിൻസുലാർ പീഠഭൂമികളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 1, 3. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൗതിക യൂണിറ്റാണ് പെനിൻസുലാർ പീഠഭൂമികൾ. നദീതടങ്ങളും താഴ്വരകളും ഇടകലർന്ന നിരവധി ചെറിയ പീഠഭൂമികളും കുന്നിൻ പ്രദേശങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ പരാമർശിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എല്ലാം. സൈലന്റ് വാലി നാഷണൽ പാർക്ക് നീലഗിരി ബയോസ്ഫിയർ റിസർവിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്നു. സിംഹവാലൻ കുരങ്ങ്, നീലഗിരി താർ തുടങ്ങിയ അപൂർവ ഇനങ്ങളുടെ ആവാസ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ചെനാബ്. പരിസ്ഥിതി സുസ്ഥിരതയോടെ ഇന്ത്യ 10% വളർച്ചാ നിരക്ക് കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ തത്വശാസ്ത്രമാണ് പുനഃപരിശോധിച്ച് പൊരുത്തപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യം? ഓപ്ഷൻ ഡി ആണ് 11ാം പദ്ധതിയുടെ സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യം തദ്ദേശീയ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം കൂടുതൽ വിദേശ നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1991 ശേഷമുള്ള ഏത് നയതന്ത്രമാണ് മികച്ച ബാലൻസ് നൽകുന്നത്? ഓപ്ഷൻ ബി ആണ് വ്യക്തമായ FDI പരിധികളും പ്രകടന ആവശ്യകതകളും ഉള്ള സെലക്റ്റീവ് ഉദാരവൽക്കരണം. താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിന്റെ പ്രവർത്തനമല്ലാത്തത്? ഓപ്ഷൻ സി ആണ് പരിപാടികൾ നടപ്പിലാക്കുന്നതിനായി മന്ത്രാലയങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഫണ്ട് അനുവദിക്കുക. ചരിത്രത്തിലാദ്യമായി 2025 ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ മികച്ച 100 രാജ്യങ്ങളിൽ ഇന്ത്യ 99ാം റാങ്കിൽ ഇടം നേടി. ഇന്ത്യയുടെ വികസനത്തെ മികച്ച 100 സ്ഥാനങ്ങളിലേക്ക് നയിച്ചതിന് ഏത് സുസ്ഥിര വികസന മേഖലകളാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ആരോഗ്യം, ശുദ്ധമായ ഊർജം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭവന നിർമ്മാണം. ദുരന്ത നിവാരണ സ്ഥാപനത്തിന് കീഴിലുള്ള സംസ്ഥാന ദുരിതാശ്വാസ കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി ആണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണം. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പ്രാഥമികമായി ഉത്തരവാദിത്തമുള്ള ഭരണഘടനാ ഭേദഗതികൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് 73ഉം 74ഉം ഭേദഗതികൾ. ഏറ്റവും മികച്ച പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന ചോദ്യം പരിഗണിക്കാൻ ഏത് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു? ഓപ്ഷൻ എ ആണ് ഗാഡ്ഗിൽ കമ്മിറ്റി. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി പരിശീലനവും ശേഷി വർദ്ധിപ്പിക്കലും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കില. കേരളത്തിന്റെ ആസൂത്രണ ഭരണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്ലാൻ സ്പേസ് സംവിധാനം എന്താണ്?
ഓപ്ഷൻ സി ആണ് പദ്ധതി നിർവഹണം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു സംയോജിത MIS. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന ഏത് മുൻനിര സാമൂഹിക വികസന പദ്ധതിയാണ് കേരളത്തിൽ പരിവർത്തനത്തിന്റെ ഉത്തേജകമായി എടുത്തു കാണിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് അതിരുകടന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി EPEP. ആരോഗ്യരംഗത്തെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ ഉയർന്ന പ്രകടനം കൈവരിക്കുന്നതിന് കേരളത്തെ സമ്പന്നമാക്കുന്നതിൽ ഏത് സംരംഭമാണ് കേന്ദ്ര പങ്ക് വഹിച്ചത്? ഓപ്ഷൻ ബി ആണ് കുടുംബശ്രീ നയിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവൈലൻസ്. ജലഭക്ഷ്യ ശൃംഖലകളിൽ ഏറ്റവും ശക്തമായി ബയോമാഗ്നിഫിക്കേഷൻ കാണിക്കുന്ന ഘനലോഹങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് മെർക്കുറി. ഡയബറ്റിസ് മെലിറ്റസിന്റെ വളർച്ചയിലെ ആദ്യകാല അസാധാരണത്വം സാധാരണയായി ഇവയാണ്. ഓപ്ഷൻ സി ആണ് പേശികളിലും കരളിലും ഇൻസുലിൻ പ്രതിരോധം. സെറിബ്രൽ മലേറിയയ്ക്ക് കാരണമാവുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാറത്തിന്റെ ഏത് ഘട്ടമാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഒരു രോഗിക്ക് പെരിഫറൽ ന്യൂറോപ്പതി, ഗ്ലോസിറ്റിസ്, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ അനുഭവപ്പെടുന്നു. ലാബ് പരിശോധനകളിൽ ഉയർന്ന ഹോമോസിസ്റ്റീൻ എന്നാൽ സാധാരണ മെഥൈൽ മലോണിക് ആസിഡ് കാണിക്കുന്നു. ഏത് പോഷകക്കുറവാണ് ഏറ്റവും സാധ്യത? ഓപ്ഷൻ ബി ആണ് ഫോളേറ്റ്. മനുഷ്യ രക്തചംക്രമണത്തിൽ ഏറ്റവും കുറഞ്ഞ ആയുസ് ഉള്ള കോശങ്ങൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ന്യൂട്രോഫിൽസ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഭൂമധ്യരേഖയിൽ 2025 പൊട്ടിപ്പുറപ്പെട്ടത് തുടക്കത്തിൽ ദുരൂഹമായിരുന്നു. പൊട്ടിപ്പുറപ്പെടലിന്റെ പ്രധാന കാരണമായി ഒടുവിൽ സ്ഥിരീകരിച്ച രോഗം ഏതാണ്? ഓപ്ഷൻ സി ആണ് മലേറിയ. BNSSന്റെ ഏത് വ്യവസ്ഥയാണ് വാറണ്ടില്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വ്യവസ്ഥകൾ വിശദീകരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് സെക്ഷൻ 35. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ ഏത് വ്യവസ്ഥയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതത്തിന്റെ സാധുതയ്ക്കുള്ള വ്യവസ്ഥ വിവരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് സെക്ഷൻ 23. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. BNSലെ സെക്ഷൻ 111 സംഘടിത കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ്. BNSലെ സെക്ഷൻ 129 ക്രിമിനൽ ബലപ്രയോഗം നിർവചിച്ചിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻസ് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം മാത്രം ശരിയാണ്. കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും പരിചയമുള്ള ഏതൊരു വ്യക്തിയെയും വാമൊഴിയായി പരിശോധിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന BNSSന്റെ ഏത് വ്യവസ്ഥയാണ്? ഓപ്ഷൻ സി ആണ് സെക്ഷൻ 180. മരണകാരണത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് അന്വേഷണം നടത്തുന്നതിനുള്ള നടപടിക്രമം താഴെ പറയുന്നവയിൽ ഏതാണ് നൽകുന്നത്? ഓപ്ഷൻ എ ആണ് BNSSലെ സെക്ഷൻ 196. ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. BNS പ്രകാരം കൊലപാതകത്തിൽ നിന്ന് കുറ്റകരമായ കൊലപാതകത്തെ വേർതിരിക്കുന്ന വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി ആണ് സെക്ഷൻ 101. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ ഏത് വ്യവസ്ഥയാണ് മരിച്ച വ്യക്തികൾ നടത്തുന്ന പ്രസ്താവനകളുടെ പ്രസക്തി കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 26. മനുഷ്യക്കടത്ത് കുറ്റകൃത്യം ഇനി പറയുന്ന പ്രകാരം നിർവചിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് BNSലെ സെക്ഷൻ 143. ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ ഏത് വ്യവസ്ഥയാണ് തെളിവ് എന്നതിനെ നിർവചിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 2E. 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം എന്ന് നിർവചിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എല്ലാം. അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, സാമ്പിളുകൾ, മോഡലുകൾ. സെക്ഷൻ 11(1) പ്രകാരം ഏതെങ്കിലും മൂന്നാം കക്ഷിക്ക് രേഖാമൂലമുള്ള നോട്ടീസ് നൽകാൻ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എത്ര സമയം നൽകിയിട്ടുണ്ട്? ഓപ്ഷൻ എ ആണ് 5 ദിവസം. ഇന്ത്യൻ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാം. ഒരു വിദേശ സംസ്ഥാനത്തിൽ നിന്നും ഒരു ഇന്ത്യൻ പൗരനും ഒരു പദവിയും സ്വീകരിക്കാൻ പാടില്ല. സംസ്ഥാനം നൽകുന്ന ഒരു പദവിയിൽ ഒരു സൈനിക പദവിയുടെ സ്വഭാവത്തിൽ വിലക്കില്ല. സൈനികമോ അക്കാദമിക് പദവിയോ അല്ലാത്ത ഒരു പദവിയും സംസ്ഥാനം നൽകുന്നതല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗം നൽകുന്ന അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള പരിഹാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അതിൻ്റെ റിട്ട് അധികാര പരിധിയിൽ വിനിയോഗിക്കാവുന്ന എല്ലാ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരങ്ങളും അതിൻ്റെ അധികാര പരിധിയുടെ പ്രാദേശിക പരിധിക്കുള്ളിൽ പ്രയോഗിക്കാൻ പാർലമെന്റിന് നിയമം വഴി മറ്റേതൊരു കോടതിയെയും അധികാരപ്പെടുത്താം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഇതിനായി വ്യവസ്ഥ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 32(3).
രാഷ്ട്രം നിരന്തരം ഉയർന്ന തലത്തിലുള്ള പരിശ്രമത്തിലേക്കും നേട്ടത്തിലേക്കും ഉയരുന്നതിന് വ്യക്തിഗതവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്താൻ പരിശ്രമിക്കേണ്ടത് പൗരന്റെ കടമയാണ് എന്ന് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥ അനുശാസിക്കുന്നു? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 51A(j). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തിന് ഏതെങ്കിലും സർക്കാർ കരാറിൽ നിന്ന് പ്രയോജനം നേടുന്ന ഒരു സംയോജിത കമ്പനിയുടെ ലാഭത്തിൽ അത്തരം പ്രവൃത്തിയെ മോശം പെരുമാറ്റമായി കണക്കാക്കാതെ തന്നെ പങ്കെടുക്കാൻ അനുവദിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 317(4). ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്റെ പദവിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഇന്ത്യ ഗവൺമെന്റിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ കൂടുതൽ പദവികൾക്ക് അർഹതയുള്ളവനായിരിക്കില്ലെന്ന് അനുശാസിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ 148(4). ദേശീയ പട്ടികജാതി കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കമ്മീഷന്റെ കടമ ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എല്ലാം. ഭരണഘടന പ്രകാരം പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ സർക്കാരിന്റെ ഏതെങ്കിലും ഉത്തരവിന് കീഴിലോ പട്ടികജാതിക്കാർക്ക് നൽകിയിട്ടുള്ള സംരക്ഷണ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. അത്തരം സംരക്ഷണ മാർഗങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുക. പട്ടികജാതിക്കാരുടെ അവകാശങ്ങളും സംരക്ഷണ മാർഗങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്നതിനായി ഒരു സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കേണ്ടത്? ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ 243(i). വിവര സാങ്കേതിക നിയമത്തിലെ സെക്ഷൻ 43A പ്രകാരം ഒരു കോർപ്പറേറ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്? ഓപ്ഷൻ ബി ആണ് ന്യായമായ സുരക്ഷാ രീതികളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ അതുവഴി ഏതെങ്കിലും വ്യക്തിക്ക് തെറ്റായ നഷ്ടമോ ലാഭമോ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66B പ്രകാരം ഒരു വ്യക്തി ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ശിക്ഷിക്കപ്പെടും? ഓപ്ഷൻ സി ആണ് മോഷ്ടിക്കപ്പെട്ടതായി അറിഞ്ഞോ വിശ്വസിക്കാൻ കാരണമുണ്ടായോ, മോഷ്ടിക്കപ്പെട്ട ഏതെങ്കിലും കമ്പ്യൂട്ടർ ഉറവിടമോ ആശയ വിനിമയ ഉപകരണമോ സത്യസന്ധതയില്ലാതെ സ്വീകരിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുക. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 67B പ്രകാരം കുട്ടികളെ ലൈംഗികമായി പ്രകടമാക്കുന്ന പ്രവർത്തികൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തതിന് ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി ആണ് 5 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും. സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ ഉപയോഗിക്കുന്ന IPDRന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ സി ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റിപ്പോർട്ട്. സൈബർ അന്വേഷണത്തിൽ തത്സമയ ഫോറൻസിക്കിന്റെ ഉദ്ദേശത്തെ ഇനി പറയുന്നവയിൽ ഏതാണ് നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അത് നഷ്ടപ്പെടുന്നതിന് മുൻപ് അസ്ഥിരമായ ഡേറ്റ ശേഖരിക്കൽ. ഒരു സ്റ്റാറ്റിക് IP വിലാസത്തെ എങ്ങനെയാണ് ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് സ്ഥിരമായി നിലനിൽക്കുന്നതും സ്വമേധയാ കോൺഫിഗർ ചെയ്തതുമായ ഒരു IP. DOS ആക്രമണങ്ങൾ വികസിപ്പിക്കുക. ഓപ്ഷൻ എ ആണ് ഡിനയൽ ഓഫ് സർവീസ്. ഒരു സ്ത്രീ ഇന്റർനെറ്റ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് ആശയവിനിമയം ഉപയോഗിക്കുന്നത് നിരീക്ഷിക്കുന്ന ഏതൊരു പുരുഷനും ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്യുന്നു? ഓപ്ഷൻ ബി ആണ് സൈബർ പിന്തുടരൽ. CSIRT വികസിപ്പിക്കുക. ഓപ്ഷൻ എ ആണ് കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഇൻസിഡന്റ് റെസ്പോൺസ് ടീം. ഇനി പറയുന്നവയിൽ ഏതാണ് ഡിജിറ്റൽ ഫോറൻസിക്കിന്റെ ശാഖകൾ? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. വ്യക്തിപരമായ വളർച്ചയ്ക്കും സ്വയം യാഥാർത്ഥ്യമാക്കലിനും ഊന്നൽ നൽകുന്ന മനഃശാസ്ത്ര സമീപനം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഹ്യൂമാനിസ്റ്റിക്. ചില ഉത്തേജകങ്ങളിൽ തിരഞ്ഞെടുത്തത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രധാന പ്രക്രിയയെ വിളിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ശ്രദ്ധ. ഗസ്റ്റാൾട്ട് സൈക്കോളജിയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി അതിൻ്റെ ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്നു. മുൻവിധിയെയും വിവേചനത്തെയും കുറിച്ചുള്ള ഏത് പ്രസ്താവന ശരിയാണ്? ഓപ്ഷൻ സി ആണ് മുൻവിധി എന്നാൽ മനോഭാവം, വിവേചനം എന്നാൽ പെരുമാറ്റം. എറിക്സണിന്റെ അഭിപ്രായത്തിൽ കൗമാരകാലത്തെ പ്രാഥമിക മാനസിക സാമൂഹിക സംഘർഷം ഇവയാണ്. ഓപ്ഷൻ ഡി ആണ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ ആശയക്കുഴപ്പം. മനഃശാസ്ത്രത്തിൽ മോഡലിംഗിനെ ഏറ്റവും നന്നായി ഉദാഹരണമാക്കുന്നത് ഏതാണ്?
ഓപ്ഷൻ ബി ആണ് അനുകരണത്തിലൂടെയുള്ള പഠനം. സാംസ്കാരിക അഭാവം ഏത് മാനസിക മേഖലയെയാണ് ഏറ്റവും ശക്തമായി ബാധിക്കുന്നത്? ഓപ്ഷൻ എ ആണ് വൈജ്ഞാനിക വികസനം. ഇന്റർ ഗ്രൂപ്പ് സംഘർഷത്തെക്കുറിച്ചുള്ള ഏത് പ്രസ്താവനയാണ് ശരി? ഇത് സാധാരണയായി മത്സരത്തിൽ നിന്നും മനസ്സിലാക്കിയ അസമത്വങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. മനഃശാസ്ത്രപരമായ ആശയത്തെ അതിൻ്റെ ശരിയായ വിവരണവുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. സൈദ്ധാന്തികനെ അവരുടെ സംഭാവനയുമായി പൊരുത്തപ്പെടുത്തുക. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സ്പോട്ട് ദ എറർ in the section in italics and choose the correct option. Can you give me some informations on the uses of lasers? Answer വരുന്നത് ഓപ്ഷൻ എ ആണ് information. Choose the most correct option. I enjoyed the dash part of the movie more than the dash. Option D ആണ് later, former. Choose the correct question tag to complete the sentence. I hope he calls soon. Dash. Option B ആണ് won't he. Which of the following sentences correctly uses the correlative conjunction either or? Option B ആണ് you can either take the bus or walk. Identify the correct sentence with the proper use of a preposition. Option C ആണ് she insisted on helping him. Mortgages related to. Option D ആണ് financial transactions. Choose the correct meaning of the phrasal verb in italics. I ran into Ajit and his family at the mall yesterday. Option C ആണ് met unexpectedly. Choose the correct synonym of the word in italics. My grandfather used to give me very sagacious advice when I was growing up. Option B ആണ് wise. Choose the most suitable one-word substitute for the phrase in italics. The passage given above is a piece of writing about the writer's journeys to different places. Option D ആണ് travelogue. Choose the correct idiom to complete the sentence. The new water treatment plant is a dash between the inhabitants of the town and the authorities. Option B ആണ് bone of contention. ആഗമസന്ധിക്ക് ഉദാഹരണമായ പദങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 3 എന്നിവ. ഓടിയെത്തിയ, ചിരിയടക്കാൻ. നൽകിയിരിക്കുന്ന പദങ്ങളിൽ മൊഴി കൊടുക്കുക എന്നർത്ഥം വരുന്ന വാക്ക് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ശരിയായ പദങ്ങളുടെ ശ്രേണി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വുഡ്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം വരുന്ന പദനിര ഏത്? ഓപ്ഷൻ ബി ആണ് വനം, കാനനം, കാട്, വിപിനം. നൽകിയിരിക്കുന്ന പദശ്രേണിയിൽ അല്ലൽ എന്ന് അർത്ഥം വരുന്നത് ഏത്? ഓപ്ഷൻ ഡി ആണ് ദുഃഖം, സങ്കടം, ശോകം. ദഹനൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങളായി വരുന്ന പദങ്ങൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് 1, 2 എന്നിവ. അഗ്നി, തീ. നരബുക്ക് എന്ന വാക്കിൻ്റെ വിഗ്രഹം. ഓപ്ഷൻ ബി ആണ് നരനെ ഭുജിക്കുന്നത്. പൊൽത്തിടമ്പ് എന്ന വാക്ക് പിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആണ് പൊൻ പ്ലസ് തിടമ്പ്. നൽകിയിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട അർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ആണ് പണ്ഡിതൻ.